നമസ്കാരം. വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും പരിശോധിക്കാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. CPIM-നെ ഇനി MA ബേബി നയിക്കും. EMSന് ശേഷം കേരളത്തിൽ നിന്ന് CPIM-ന്റെ അമരത്തെത്തുന്ന മലയാളി. കേന്ദ്ര കമ്മിറ്റിയിൽ TP രാമകൃഷ്ണനും പുത്തനത്ത് ദിനേശനും KS സലീഖയും. പോളിറ്റ് ബ്യൂറോയിൽ മലയാളിയായ വിജു കൃഷ്ണനും U വാസുകിയും മറിയം ദാവളയും PB-യിൽ. പിണറായിക്ക് പുറമെ PK ശ്രീമതിക്കും യൂസഫ് തരിഗാമിക്കും പ്രായപരിധിയിൽ ഇളവ്. കേരളത്തിൽ CPIM-ന് മൂന്നാം ഊഴം ലഭിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയെന്ന സൂചന നൽകിയ MA ബേബി. അസാധാരണ നീക്കങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മധുര പാർട്ടി കോൺഗ്രസ്. കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വോട്ടെടുപ്പ്. ഔദ്യോഗിക പാനലിനെതിരെ മത്സരിച്ച മഹാരാഷ്ട്രയിലെ ട്രേഡ് യൂണിയൻ നേതാവ് DL കരാടിന് പരാജയം. മത്സരിച്ചത് CPIM-ൽ ഏകാധിപത്യമെന്ന അഭിപ്രായം മാറ്റാനെന്നും കരാട്. പാർട്ടി കോൺഗ്രസിൽ മത്സര മാധ്യമം MA ബേബി. കരാടിന് ലഭിച്ചത് 31 വോട്ടുകൾ മാത്രം. MA ബേബി ജനറൽ സെക്രട്ടറി ആയത് കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലിൽ. ബംഗാൾ ഘടകം പിന്തുണച്ച അശോക് ദാവ്ളെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മുഹമ്മദ് സലീമിന്റെ പേരും പരിഗണിച്ചു. നേതൃത്വം ഉറച്ചു നിന്നതോടെ ബേബിക്ക് നറുക്കു വീണു. ദേശീയതലത്തിൽ CPIM-നെ ശക്തിപ്പെടുത്തുക പുതിയ ജനറൽ സെക്രട്ടറിയുടെ ആദ്യ ദൗത്യം. മധുരയിലെ പാർട്ടി കോൺഗ്രസ് സമാപന വേദിയിൽ എമ്പുരാൻ സിനിമ പരാമർശിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഷ്ട്രീയ സിനിമ അല്ലാതിരുന്നിട്ടും എമ്പുരാൻ ആക്രമിക്കപ്പെട്ടു. CBFC-യേക്കാൾ വലിയ സെൻസർ ബോർഡായി RSS പ്രവർത്തിക്കുന്നെന്നും പിണറായിയുടെ വിമർശനം. മലപ്പുറം ജില്ലയ്ക്കെതിരായ വിവാദ പരാമർശത്തിൽ ഉറച്ച വെള്ളാപ്പള്ളി നടേശൻ. പറഞ്ഞതിൽ നിന്ന് ഒരു വാക്കുപോലും പിൻവലിക്കില്ലെന്ന വെള്ളാപ്പള്ളി. മലപ്പുറം ഒരു രാജ്യമാണെന്ന പ്രസ്താവനയ്ക്ക് മാത്രം തിരുത്ത്. പ്രസംഗത്തിൽ ഒരു ഭാഗം അടർത്തിയെടുത്ത് തന്നെ വർഗീയവാദിയാക്കാൻ ശ്രമിക്കുന്നു. പറഞ്ഞത് മലപ്പുറം ജില്ലയിലെ ശ്രീനാരായണീയരുടെ പിന്നോക്കാവസ്ഥയെന്നും വെള്ളാപ്പള്ളി. മലപ്പുറം ജില്ലയ്ക്കെതിരെ അധിക്ഷേപ പരാമർശത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ നിയമ നടപടി വേണമെന്ന് INL. നവോത്ഥാന സംരക്ഷണ സമിതി നേതൃസ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ മാറ്റണമെന്നാവശ്യപ്പെട്ട INL മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. പാലക്കാട് മുണ്ടൂരിൽ കാട്ടാനാക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് കയറങ്കോട് സ്വദേശി ആലൻ. യുവാവിന്റെ മാതാവിനും പരുക്ക്. പ്രദേശത്ത് കാട്ടാനാക്രമണം പതിവെന്ന് നാട്ടുകാർ. വനം വകുപ്പിന്റെ വീഴ്ചയെന്നാരോപിച്ച് നാളെ മുണ്ടൂരിൽ CPIM ഹർത്താൽ. എറണാകുളം വടക്കൻ പറവൂരിൽ ആന ഇടഞ്ഞത് കട്ടത്തുരുത്ത് മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച ആന. വഖഫ് നിയമ ഭേദഗതിയിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ മുസ്ലിം ലീഗ്. സംയുക്ത പ്രതിഷേധത്തിന് നീക്കവുമായി ഇന്ത്യ മുന്നണി. നിയമത്തിലൂടെ മുനമ്പത്ത് BJP താൽക്കാലിക ലാഭം നേടിയെന്ന് മന്ത്രി V അബ്ദുറഹ്മാൻ. രാഹുൽ ഗാന്ധിക്കെതിരെ JPC അധ്യക്ഷൻ ജഗദാംബിക പാൽ. ഭരണഘടനാ വിരുദ്ധമെങ്കിൽ എന്തുകൊണ്ട് പാർലമെന്റിൽ രാഹുൽ പ്രതികരിച്ചില്ലെന്ന് ജഗദാംബിക പാൽ. പാർലമെന്റിൽ ഇതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഒരു നിർദ്ദേശവും നൽകിയില്ലെന്നും പ്രതികരണം. വഖഫ് ബില്ലിനെതിരെ സമസ്ത സുപ്രീം കോടതിയിൽ. മുസ്ലിം സമുദായത്തിന്റെ ഇഷ്ടാനുസരണം വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം ലംഘിക്കപ്പെടുമെന്ന് ഹർജിയിൽ. വഖഫ് സ്വത്തുക്കളുടെ വലിയ ഭാഗം സർക്കാർ സ്വത്താക്കി മാറ്റുന്നതിനാണ് വഖഫ് ബില്ലെന്നും സമസ്ത. ലഹരിക്കും ആക്രമണത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന SKN40 കേരള യാത്രയുടെ രണ്ടാം ഘട്ടം തൃശൂരിൽ നിന്ന് തുടങ്ങി. തേക്കിൻകാട് മൈതാനിൽ നിന്ന് തുടങ്ങിയ യാത്രയിൽ അണിചേർന്ന മന്ത്രി K രാജനും. ശ്രീ കേരളവർമ്മ കോളേജിൽ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിദ്യാർത്ഥികൾ. വടക്കാഞ്ചേരിയിലും എരുമപ്പെട്ടിയിലും പര്യടനം. ഇന്ന് യാത്ര സമാപിച്ചത് എങ്കക്കാട് നടക്കുന്ന ജനകീയ സദസ്സോടെ. നാളെ യാത്ര ചേലക്കര. മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിനിടെ യുവതിക്ക് ദാരുണാന്ത്യം. മരിച്ചത് പെരുമ്പാവൂർ സ്വദേശിനി അസ്മ. ഭർത്തൃവീട്ടുകാർ പ്രസവ ശുശ്രൂഷ നടത്തിയത് അക്യൂപഞ്ചർ ചികിത്സയിലൂടെയെന്ന് ബന്ധുക്കൾ. ഭർത്താവിനെതിരെ പോലീസിൽ പരാതി. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. എമ്പുരാൻ വിവാദങ്ങൾക്കിടെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. വിദേശത്ത് വെച്ച് നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത തേടി. എമ്പുരാൻ സിനിമയുമായി ബന്ധമില്ലെന്ന് വിശദീകരണം. 2022 നടത്തിയ പരിശോധനയുടെ തുടർച്ചയെന്ന് ആദായ നികുതി വകുപ്പ്. കൊല്ലം കടയ്ക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവഗാനാലാപന വിവാദത്തിന് പിന്നാലെ പുതിയ വിവാദം. കടയ്ക്കലിന് സമീപമുള്ള കോട്ടുക്കൽ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ RSSന്റെ ഗണഗീതം പാടിയെന്ന് പരാതി. ക്ഷേത്രത്തിന് മുന്നിൽ കാവിക്കൊടികൾ കെട്ടിയെന്നും പരാതിക്കാരൻ. ദേശഭക്തി ഗാനമാണ് ആലപിച്ചതെന്ന് ഉത്സവ കമ്മിറ്റിയുടെ വിശദീകരണം.
കത്തോലിക്ക സഭയ്ക്കെതിരെ RSS മുഖപത്രം ഓർഗനൈസറിൽ വന്ന ലേഖനം തെറ്റെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഓർഗനൈസർ ആർട്ടിക്കിൾ തെറ്റാണെന്ന് കണ്ടപ്പോൾ ഡിലീറ്റ് ചെയ്തു. ഇന്ത്യയിൽ ഭൂമി കൈവശം എന്ന് പറയുന്നത് ഒരു കുറ്റമല്ല, ഭൂമി പിടിച്ചെടുക്കുന്നതാണ് തെറ്റെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുമായി നാളെ ആശാ വർക്കേഴ്സ് ചർച്ച നടത്തും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച. സമരക്കാർ ഇതുവരെ തന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് മന്ത്രിയുടെ വാദത്തിന് പിന്നാലെയാണ് സമരക്കാർ കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടി. ആശാ വർക്കേഴ്സ് സമരത്തിനെതിരായ നിലപാട് സ്വീകരിച്ചതിൽ KPCC തന്നോട് വിശദീകരണം തേടിയിട്ടില്ലെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ 24-നോട്. കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് K സുധാകരനുമായി R ചന്ദ്രശേഖരൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ജോൺ ബ്രിട്ടാസ് MPക്കെതിരായ വധഭീഷണിയിൽ BJP പ്രവർത്തകൻ അറസ്റ്റിൽ. കോഴിക്കോട് അഴിയൂർ സ്വദേശി സജിത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. MPയെ വെടിവെച്ചു കൊല്ലണമെന്നായിരുന്നു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. CPIM പാർട്ടി കോൺഗ്രസിലെ പലസ്തീൻ ഐക്യദാർഢ്യത്തിനെതിരെ BJP നേതാവ് MT രമേശ്. ശബരിമലയിൽ മന്ത്രിമാർ കറുപ്പൊടുക്കുന്നത് വിലക്കുന്ന നേതാക്കൾ കഫി അണിയുന്നുവെന്ന് MT രമേശ് ആരോപിച്ചു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ മലയാളി വൈദികർ അടക്കമുള്ളവരെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികളെ ഇനിയും പിടികൂടാതെ പോലീസ്. പ്രതികളെ തിരിച്ചറിയാനുള്ള നടപടി പോലും പൂർത്തിയായില്ല. ഒളിവിലെന്ന് വാദം. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് മലയാളി വൈദികൻ. ഒഡീഷയിൽ പോലീസ് മർദ്ദനമേറ്റ വൈദികന്റെ വീട് സന്ദർശിച്ച ജോസ് കെ മാണി MP. വനിതാ സിവിൽ പോലീസ് റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം ശക്തമാകുന്നു. കല്ലുപ്പിന് മുകളിൽ കയറി മുട്ടുകുത്തി പ്രതിഷേധം. അനിശ്ചിതകാല നിരാഹാര സമരം ഇന്ന് 5-ാം ദിനം. റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടണമെന്ന ആവശ്യം. അധികൃതരാരും ചർച്ചയ്ക്ക് വിളിച്ചില്ലെന്ന ആരോപണം. സംസ്ഥാനത്ത് വേനൽ മഴ തുടരും. 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യത. കണ്ണൂർ മാങ്ങാട്ടിടത്ത് ഓട്ടോയിൽ കടത്തുകയായിരുന്ന 2 കിലോ കഞ്ചാവ് പിടികൂടി. കുറുമ്പക്കൽ സ്വദേശി മുക്താർ പോലീസ് അറസ്റ്റ്. പുതിയ പാർട്ടി രൂപീകരണത്തിൽ താമരശ്ശേരി ബിഷപ്പിനെ തള്ളി പാലാ ബിഷപ്പ്. പുതിയ രാഷ്ട്രീയ പാർട്ടി എന്നത് തെറ്റായ സന്ദേശമെന്ന ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട്. സഭാ തർക്കത്തിൽ നിലപാട് ഘടിപ്പിച്ച ഓർത്തഡോക്സ് സഭ പള്ളികൾ ഭാഗിച്ച മറ്റൊരു സഭയാക്കാമെന്നത് വ്യാമോഹമെന്ന ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. ചർച്ച് ബിൽ വന്നാൽ നിയമപരമായി നേരിടുമെന്നും ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ. ഇനി നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ KSRTC ബസ്സിൽ MDMA കടത്താൻ ശ്രമം. 51 ഗ്രാം MDMAയുമായി 3 പേർ പിടിയിൽ. ചിറയൻകീഴ് സ്വദേശി സുമേഷ്, കഠിനംകുളം സ്വദേശി വിപിൻ, പാലക്കാട് സ്വദേശി അഞ്ജു എന്നിവരാണ് പിടിയിലായത്. കോഴിക്കോട് അപസ്മാര രോഗനിർണയത്തിലെ നൂതന ചികിത്സാ രീതികളെക്കുറിച്ച് ഏകദിന ശില്പശാല സംഘടിപ്പിച്ച് മൈത്ര ആശുപത്രി. ഡോക്ടർ ജിജോ വി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. അപസ്മാര രോഗനിർണയത്തിലെ പുതിയ രീതികളെക്കുറിച്ച് സംവാദങ്ങൾ നടന്നു. കോട്ടയം കഞ്ഞിക്കുഴിയിൽ ഫ്ളാറ്റിൽ നിന്നും യുവാവ് ചാടി മരിച്ച നിലയിൽ. മരിച്ചത് കമ്പ്യൂട്ടർ എഞ്ചിനീയറായിരുന്ന പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശി ജേക്കബ് തോമസ്. ജീവനൊടുക്കിയത് IT മേഖലയിലെ തൊഴിൽ സമ്മർദ്ദത്തെ തുടർന്നെന്ന നിഗമനം. ജോലി സമ്മർദ്ദം വ്യക്തമാക്കി മരണത്തിന് മുമ്പ് മാതാവിന് അയച്ച വീഡിയോ സന്ദേശം. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. താമരശ്ശേരി രൂപതാ ബിഷപ്പിന്റെ വിമർശനങ്ങളോട് അസഹിഷ്ണുതയില്ലെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. എല്ലാവരും പദവികളോട് നീതി പുലർത്തണം. പ്രകോപന നിലപാട് അവർ വഹിക്കുന്ന പദവിക്ക് യോജിക്കുന്നതാണോ എന്ന് ബിഷപ്പുമായി ചിന്തിക്കണമെന്നും മന്ത്രി AK ശശീന്ദ്രൻ. കൊച്ചി വൈപ്പിലെ മുനമ്പത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. കേസിൽ കൊല്ലപ്പെട്ട സിരുവിന്റെ സുഹൃത്ത് മുനമ്പം സ്വദേശി സനീഷ് അറസ്റ്റ്. എറണാകുളം തുരുത്തിശ്ശേരി വലിയ പള്ളി കുടുംബ പ്രാർത്ഥനാ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വലിയ പള്ളി പാരിഷ് ഹാളിൽ നടന്ന ക്ലാസ് അൻവർ സാദത്ത് MLA ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഏലിയാസ് ബോർ അത്താനസിയോസ് മെത്രോപൊലിത്ത ചടങ്ങിൽ അധ്യക്ഷനായി. അങ്കമാലി MLA റോജി M ജോൺ ലഹരി വിരുദ്ധ ആശംസകൾ അറിയിച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ സോണി മത്തായി ക്ലാസുകൾ നയിച്ചു. പഠനാവശ്യത്തിനുള്ള സർക്കാർ ജീവനക്കാരുടെ അവധി അപേക്ഷകളിൽ 7 ദിവസത്തിലുള്ള നടപടി വേണമെന്ന സർക്കുലർ. തീരുമാനം വൈകിയാൽ കാലതാമസം വരുത്തിയ ഉദ്യോഗസ്ഥന് വിശദീകരണം നൽകണം. നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് വകുപ്പ് തലവന്മാർ ഉറപ്പുവരുത്തണമെന്നും ചീഫ് സെക്രട്ടറിയുടെ സർക്കുലർ.
ജീവധാര ഫൗണ്ടേഷനും അങ്കമാലി ഡീപോൾ കോളേജും സംയുക്തമായി ലഹരിവിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായി മാരത്തൺ സംഘടിപ്പിച്ചു. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി 1600 മത്സരാർത്ഥികൾ പങ്കെടുത്തു. ഡിസ്റ്റ് അങ്കണത്തിൽ നിന്നും ആരംഭിച്ച മാരത്തോൺ MLA-മാരായ റോജി എം ജോൺ, അൻവർ സാദത്ത്, മുനിസിപ്പൽ ചെയർമാൻ ഷിയോ പോൾ എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. ജീവധാര ഫൗണ്ടേഷൻ ചെയർമാൻ സാജു ചാക്കോ അധ്യക്ഷത വഹിച്ചു. മദ്യത്തിനും മയക്കുമരുന്നിനും അഴിമതിക്കുമെതിരെയുള്ള പോരാട്ടത്തിൽ സമൂഹം ഒറ്റക്കെട്ടായി മുന്നേറണമെന്ന് ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ. തിരുവാങ്കണം കാതോലിക്ക റെസിഡൻഷ്യൽ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ആക്സിന്റെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കാതോലിക്ക ബാവ. ശ്രേഷ്ഠ ഭാവയ്ക്ക് ആശംസകളുമായി ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വിയും ക്രൈസ്തവ സഭാ നേതാക്കളും തിരുവാങ്കുളത്തെ കാതോലിക്ക റെസിഡൻസിയിലെത്തി. കാതോലിക്ക സഭയ്ക്കെതിരെ ഓർഗനൈസർ ലേഖനത്തിൽ BJP നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ലേഖനം പിൻവലിച്ചതുകൊണ്ട് RSS നിഗൂഢ അജണ്ട ഇല്ലാതാകില്ല. ചർച്ച് ബില്ലെന്ന സംഘപരിവാറിന്റെ ഗൂഢനീക്കത്തെയും കോൺഗ്രസ് എതിർക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റിന് ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ പദവി റദ്ദാക്കി. നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെല്ലാം വെടിവെച്ചു കൊല്ലുമെന്ന നിലപാടിനെ തുടർന്നാണ് നടപടി. വനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് പദവി റദ്ദാക്കാൻ നിർദ്ദേശം നൽകി. ഇനി നോക്കാം പ്രധാന അറിയിപ്പ്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പൈലിംഗ് ജോലികൾ ആരംഭിക്കുന്നു. പാർക്കിങ്ങിന് നിയന്ത്രണം ഏർപ്പെടുത്തും. ആലപ്പുഴ ചെറിയനാട് ഈ മാസം 8 മുതൽ ജലവിതരണം മുടങ്ങും. നിയന്ത്രണം പമ്പ് ഹൗസിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിന്. ക്രിക്കറ്റ് പരിശീലന ക്യാമ്പ് ആരംഭിക്കാൻ ഒരുങ്ങി കോട്ടയം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ. 8 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കാം. കൊല്ലം നീരാവിൽ പ്രകാശ് കലാകേന്ദ്രം സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ അവധിക്കാല ശില്പശാല ജിജ്ഞാസ ഏപ്രിൽ 9 മുതൽ 13 വരെ. കോട്ടയം ജില്ലയിലെ പെരുങ്കാവ് സെന്റ് തോമസ് പള്ളിയുടെ പാരിഷ് ഹാളിൽ ഏപ്രിൽ 27 സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. രാവിലെ 9 മുതൽ 12 വരെയാണ് ക്യാമ്പ്. തൃശൂർ വിമല കോളേജിലെ വിവിധ വിഭാഗങ്ങൾ നടത്താനിരുന്ന ഗവൺമെന്റ് ആൻഡ് മാനേജ്മെന്റ് ഗസ്റ്റ് ലെക്ചർ ഇന്റർവ്യൂ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. 100 ന്യൂസ് തുടരുന്നു. ഇനി നോക്കാം ദേശീയ വാർത്തകൾ. രാജ്യത്തെ എഞ്ചിനീയറിംഗ് വിസ്മയമായ പുതിയ പാമ്പൻ കടൽ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. സമുദ്രനിരപ്പിൽ നിന്ന് 6 മീറ്റർ ഉയരമുള്ള പുതിയ പാലത്തിന് 2.08 കിലോമീറ്ററാണ് ദൈർഘ്യം. ഉത്തർപ്രദേശ് മധുരയിൽ പോലീസും ഗുണ്ടാസംഘവും ഏറ്റുമുട്ടി. പോലീസിന് നേരെ ഗുണ്ടാസംഘം വെടിയുതിർത്തു. ഏറ്റുമുട്ടലിൽ ഗുണ്ടാസംഘത്തിലെ ഒരാൾക്ക് വെടിയേറ്റു. പുനെയിൽ മുൻകൂർ പണം അടയ്ക്കാത്തതിന് ഗർഭിണിക്ക് ചികിത്സ നിഷേധിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച മഹാരാഷ്ട്ര സർക്കാർ. കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്. 20 ലക്ഷം രൂപ അടയ്ക്കാത്തതിനെ തുടർന്ന് ആശുപത്രി അധികൃതർ മടക്കിയയച്ച യുവതി പിന്നീട് മരിച്ചിരുന്നു. മലേഗാവ് സ്ഫോടന കേസ് വിചാരണ നടത്തിയ ജഡ്ജിയെ സ്ഥലം മാറ്റി. 2008 മലേഗാവിലെ ഒരു പള്ളിക്ക് സമീപം സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് 6 പേർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവമായിരുന്നു. മധ്യപ്രദേശിലെ ആശുപത്രിയിൽ വ്യാജ കാർഡിയോളജിസ്റ്റിന് ചികിത്സയിൽ 7 പേർ മരിച്ചു. അന്വേഷണത്തിന് ഉത്തരവിട്ട് NHRC. ആന്ധ്രാപ്രദേശിലെ ജലസേചന പദ്ധതികൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ തെലങ്കാന. തീരുമാനം ജലസേചന മന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിൽ. ഗോദാവരി കൃഷ്ണ നദികളിലെ തങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ ആന്ധ്രയുടെ പദ്ധതികളെ ശക്തമായി എതിർക്കുമെന്ന് മന്ത്രി. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ വരണ്ട കാലാവസ്ഥയും കനത്ത ചൂടും തുടരും. ഏറ്റവും ഉയർന്ന താപനില 44 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഏപ്രിൽ 8 ശേഷം ചൂടിൽ കുറവുണ്ടായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തെലങ്കാനയിലെ 86 മാവോയിസ്റ്റുകൾ കീഴടങ്ങി. ഈ വർഷം തെലങ്കാനയിലെ വിവിധ മേഖലകളിൽ കീഴടങ്ങിയത് 224 മാവോയിസ്റ്റുകളാണ്. ഛത്തീസ്ഗഡ്, ബീജാപൂർ ജില്ലയിലെ മാവോയിസ്റ്റുകളാണ് കീഴടങ്ങിയത്.
ജുവൈനൽ കുറ്റവാളികളുടെ അവകാശങ്ങളും പുനരധിവാസം ഉറപ്പാക്കാൻ മഹാരാഷ്ട്ര സർക്കാർ. ഇതിനായി ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിക്കാൻ നിർദ്ദേശം. സാമൂഹിക സംഘടനകളുമായി സഹകരിച്ചാണ് ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുക. കർണാടകയിൽ പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കളുടെ എണ്ണത്തിൽ വർധന. 2007 മുതൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 3000-ലധികം കേസുകളാണ്. ആശുപത്രിയിൽ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പോകുന്നവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചെന്നൈ സന്ദർശിക്കും. സന്ദർശനം AADMK BJP സഖ്യ അഭിമുഖങ്ങൾക്കിടെ. ഏപ്രിൽ 10-നാണ് സന്ദർശനം. കശ്മീരിൽ നിന്ന് ഖത്രയിലേക്കുള്ള ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫ് ഈ മാസം 19-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ 272 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പൂർത്തിയാകും. ഇന്ത്യ തമിഴ് ഭാഷാ പോരിൽ മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തനിക്ക് കത്തയക്കുന്ന തമിഴ്നാട്ടിലെ നേതാക്കൾ ആരും തമിഴിൽ ഒപ്പിടാറില്ല. തമിഴ് ഭാഷയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തമിഴിൽ ഒപ്പിടണമെന്നും നരേന്ദ്രമോദി രാമേശ്വരത്ത് പറഞ്ഞു. ഇനി രാജ്യാന്തര വാർത്തകൾ. ട്രംപ് പ്രഖ്യാപിച്ച പകരം തീരുവ ലോക സാമ്പത്തിക രംഗത്തെ പിടിച്ചു കുലുക്കുമ്പോൾ മുന്നറിയിപ്പുമായി സാമ്പത്തിക വിദഗ്ധർ. ഭീമമായ തീരുവ US-ൽ വിലക്കയറ്റമുണ്ടാക്കുമെന്നും സാമ്പത്തിക വളർച്ചയെ ബാധിക്കുമെന്നും US-ലെ സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവ് അധ്യക്ഷൻ ജെറോം പവൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കെതിരെ അമേരിക്കയിൽ തെരുവിലിറങ്ങി ജനങ്ങൾ. ഹാൻഡ്സ് ഓഫ് എന്ന പേരിൽ വിവേചന നയങ്ങൾക്കെതിരെ 50 സംസ്ഥാനങ്ങളിലും പ്രതിഷേധം. ട്രംപ് ലോകത്തെ ആഗോള മാന്ദ്യത്തിലേക്ക് തള്ളിവിടുന്നുവെന്ന് സമരക്കാർ. നയങ്ങളിൽ മാറ്റം വരുത്തില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. ചൈനീസ് സാമൂഹിക മാധ്യമമായ ടിക്ടോക്കിന് US-ൽ പ്രവർത്തിക്കാൻ 75 ദിവസം കൂടി നൽകി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ സമയപരിധിക്കുള്ളിൽ US-ൽ ടിക്ടോക്കിനെ അമേരിക്കൻ ഉടമസ്ഥതയിൽ കൊണ്ടുവരാനുള്ള പുതിയ കരാറിലെത്തണമെന്ന് മുന്നറിയിപ്പ്. ബ്രിട്ടൻ അവകാശവാദമുയർത്തുന്ന ഫോക്ലാൻഡ് ദ്വീപിനുമേൽ അർജന്റീനയ്ക്ക് പരമാധികാരമെന്ന് ക്യൂബ. ദ്വീപിന് ചുറ്റുമുള്ള സമുദ്രപ്രദേശങ്ങളിലും അർജന്റീനയ്ക്കുള്ള നിയമപരമായ അവകാശത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് ക്യൂബൻ വിദേശമന്ത്രി ബ്രൂണോ റോഡ്രിഗസ്. നൈജീരിയയിൽ തോക്കുധാരികൾ 52 പേരെ വെടിവെച്ചു കൊന്നു. നിരവധി പേർക്ക് പരുക്ക്. സംഭവം മധ്യ നൈജീരിയയിലെ പ്ലാറ്റോയിലെ ബോക്കോസ് മേഖലയിൽ. ഭവന പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് സ്പെയിനിലുടനീളം 10,000-കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. മാഡ്രിഡിൽ നടന്ന പ്രതിഷേധത്തിൽ 1,50,000 പേർ പങ്കെടുത്തതായി റിപ്പോർട്ട്. കരടികളെ കൊല്ലാനുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകി സ്ലോവാക്യ. 350 കരടികളെ കൊല്ലും. നടപടി കരടി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ. ആശുപത്രി വിട്ട ശേഷം ആദ്യമായി പൊതുവേദിയിലെത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വീൽ ചെയറിലാണ് മാർപ്പാപ്പ വിശ്വാസികളെ അഭിസംബോധന ചെയ്തത്. ഞായറാഴ്ചത്തെ കുർബാനയ്ക്ക് ശേഷമാണ് വിശ്വാസികളെ അഭിസംബോധന ചെയ്തത്. സിറിയയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ എതിർത്ത് സൗദി അറേബ്യ. 2 ബ്രിട്ടീഷ് MPമാർ ഇസ്രായേൽ സന്ദർശിക്കുന്നത് തടഞ്ഞു. ഇസ്രായേൽ ആക്രമണത്തിൽ ഗസയിൽ 30 പലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു. തായ്വാന് സമീപം വീണ്ടും പ്രകോപനവുമായി ചൈന. രാജ്യാതിർത്തിയിൽ നിന്ന് 12 ചൈനീസ് വിമാനങ്ങളും 6 നാവിക കപ്പലുകളും കണ്ടെത്തി. മ്യാൻമറിലേക്ക് 442 ടൺ ഭക്ഷ്യസഹായം അയച്ചു ഇന്ത്യ. അരി, പാചക എണ്ണ, ബിസ്ക്കറ്റുകൾ എന്നിവ അടങ്ങിയ ചരക്ക് ഇന്ത്യൻ നാവികസേനയുടെ ലാൻഡിംഗ് ഷിപ്പ് ടാങ്കായ INS ഗരിയയിൽ എത്തിച്ചു. കാനഡയിലെ ഒന്റാറിയോയിൽ ഇന്ത്യൻ വംശജനെ കുത്തിക്കൊന്നു. പിന്നിൽ വംശീയതയെന്ന ആരോപണം. പ്രതി പിടിയിലായത് അയൽവാസി. നോക്കാം ബിസിനസ് വാർത്ത. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും താഴേക്ക്. ഗ്രാമിന് 90 രൂപ കുറഞ്ഞ് 8,310 രൂപയും പവന് 720 രൂപ കുറഞ്ഞ് 66,480 രൂപയിലുമെത്തി. ഇന്ത്യയിൽ സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന പൈതൃക കേന്ദ്രമായി താജ്മഹൽ. സന്ദർശക വരുമാനം കഴിഞ്ഞ വർഷം മാത്രം 98 കോടിയിലേറെ രൂപ. താജ്മഹൽ 5 വർഷത്തെ വരുമാനം 297 കോടി രൂപ. അടുത്ത മാസം വില പ്രഖ്യാപിക്കാൻ ഒരുങ്ങി സ്കോഡ കോഡിയാക്. പുതിയ ഡാഷ്ബോർഡ് ലേ ഔട്ടാണ് ക്യാബിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനുമായി കോഡിയാക് തുടരും.
വിൽപ്പനയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവ് നേരിട്ട അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ടെസ്ല ഈ വർഷത്തിൽ ആദ്യ പാദത്തിൽ 13% ഇടിവ്. ടെസ്ല സിഇഒ ഇലോൺ മസ്കിനെതിരായ പ്രതിഷേധവും വിപണിയിൽ വർദ്ധിച്ചു വരുന്ന മത്സരവും വിൽപ്പനയിലെ ഇടിവിന് കാരണമായതായി വിലയിരുത്തുന്നു. ലോകോത്തര വിമാന കമ്പനി എമിറേറ്റ്സ് എയർലൈൻ കൊറിയർ സർവീസ് ആരംഭിച്ചു. എമിറേറ്റ്സ് കൊറിയർ എക്സ്പ്രസ് എന്ന പേരിൽ ഡോർ ടു ഡോർ കൊറിയർ സേവനത്തിന് തുടക്കം കുറിച്ചതായി കമ്പനി അറിയിച്ചു. ഫോക്സ് വാഗൻ ടിഗുവാൻ ആർ ലൈൻ ഈ മാസം 14 ലോഞ്ചിന് ഒരുങ്ങുന്നു. 2 ലിറ്റർ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിൻ പ്രധാന സവിശേഷം. സ്പോർട്സ്. ഐ ലീഗിൽ ഗോകുലം കേരള എഫ്സിയുടെ കിരീടമോഹം പൊലിഞ്ഞു. രാജസ്ഥാൻ എഫ്സിയെ തകർത്ത് ഇന്റർകാശി ചാമ്പ്യന്മാർ. നിർണായക മത്സരത്തിൽ ഡെംബോ സ്പോർട്ടിംഗ് ക്ലബിനോട് പൊരുതി തോറ്റ ഗോകുലം കേരള. സ്പാനിഷ് ലീഗ് ഫുട്ബോളിൽ ബാഴ്സലോണയ്ക്ക് സമനില. റയൽ ബെറ്റിസുമായി 1-1 സമനിലയിൽ കളി പിരിഞ്ഞു. ഫ്രഞ്ച് ലീഗ് കിരീടം സ്വന്തമാക്കി PSG. 28 മത്സരങ്ങളിൽ 23 ജയവും 5 സമനിലയുമായി 74 പോയിന്റോടെയാണ് PSG കിരീട നേട്ടം. കഴിഞ്ഞ ദിവസം അഗേസിനെതിരായ മത്സരം 1-0 ജയിച്ചതോടെയാണ് PSG കിരീടം ഉറപ്പിച്ചത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്യാപ്റ്റൻ ബ്രൂണോ ഫെർണാണ്ടസ് മാർച്ചിലെ പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം. മാർച്ചിൽ നടന്ന മത്സരങ്ങളിൽ 2 ഗോളും 2 അസിസ്റ്റും ബ്രൂണോ സംഭാവന ചെയ്തു. 100 ന്യൂസ് തുടരുന്നു. നോക്കാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. തെലുങ്ക് സൂപ്പർ താരം രാം ചരൺ നായകനായി എത്തുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ഷോട്ട് വീഡിയോയും റിലീസ് തീയതിയും പുറത്തുവിട്ട അണിയറ പ്രവർത്തകർ. ചിത്രം അടുത്ത വർഷം മാർച്ച് 27 റിലീസ് ചെയ്യും. ഗണപതിയും സാഗർ സൂര്യയും പ്രധാന വേഷത്തിലെത്തുന്ന പ്രകമ്പനത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്ത്. ചിത്രത്തിൽ അമീൻ, മല്ലിക സുകുമാരൻ, അസീസ് നെടുമങ്ങാട്, PP കുഞ്ഞികൃഷ്ണൻ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു. ധ്യാൻ ശ്രീനിവാസൻ, സിജു വിൽസൺ ചിത്രം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ടീസർ പുറത്ത്. മെയ് റിലീസായ ചിത്രം തിയേറ്ററുകളിലെത്തും. അല്ലു അർജുൻ നായകനായ ആര്യ 2 വീണ്ടും തിയേറ്ററുകളിലെത്തി. അല്ലു അർജുന്റെ പിറന്നാളിനോടനുബന്ധിച്ചാണ് താരത്തിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം വീണ്ടും പ്രദർശനത്തിനെത്തിയത്. ഈ മാസം 8-നാണ് താരത്തിന്റെ പിറന്നാൾ. കോലാഹലം എന്ന സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്ത്. ഫൈൻ ഫിലിംസ്, പുത്തൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ സന്തോഷ് പുത്തൻ, രാജേഷ് നായർ, സുദീപ് അയ്യപ്പാട്ട്, ജാക്ക് ചെമ്പരിക്ക് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. റഷീദ് പറമ്പിൽ സംവിധാനം ചെയ്യുന്ന ചിത്രം കോമഡി, ഫാമിലി, ഡ്രാമ വിഭാഗത്തിലുള്ളതാണ്. വൈറൽ ട്രെൻഡ്സ്. പൂർവ്വ വിദ്യാർത്ഥികൾ വീണ്ടും യൂണിഫോം അണിഞ്ഞ് സ്കൂളിലെത്തി. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വൈറലാകും. ഓർമ്മകളെ നിന്നെയോർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുറഞ്ഞു പിടയുന്നു ഞാൻ, കഴിഞ്ഞു പോയ കാലം. തമിഴ്നടൻ സൂര്യയുടെ പുതിയ ചിത്രം റെട്രോയിലെ ഗാനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്. പാട്ടിലെ ദൃശ്യങ്ങൾ റീക്രിയേറ്റ് ചെയ്ത സോഷ്യൽ മീഡിയ താരങ്ങൾ. അനുശ്രീയുടെ നേതൃത്വത്തിൽ നടന്ന കൈകൊട്ടിക്കളി സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. കൊല്ലം തിരുവിളങ്ങോനപ്പൻ ക്ഷേത്രത്തിൽ നിന്നുള്ളതാണ് ദൃശ്യങ്ങൾ. പ്രചരിക്കുന്നതിലെ വസ്തുത പരിശോധിക്കാം. ഫാക്ട് ചെക്ക്. വഖഫ് ബില്ല് പാസ്സായതിൽ JPC അംഗങ്ങൾക്കും സഹനേതാക്കൾക്കുമൊപ്പം AIMIM അധ്യക്ഷൻ നസ്രുദ്ദീൻ ഒവൈസ് ആഹ്ലാദം പങ്കിടുന്ന തരത്തിൽ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ പ്രചരിക്കുന്ന വീഡിയോ വഖഫ് ഭേദഗതിയിൽ പരിശോധിക്കാനുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റി യോഗം അവസാനിച്ചതിന് ശേഷമുള്ളതാണ്. ജനുവരി 29 വീഡിയോ ആണ് തെറ്റായ തലക്കെട്ടോടെ പ്രചരിക്കുന്നത്. നാളെ അറിയാം. പത്തനംതിട്ട പുല്ലാട് വടക്കേ കവലയിൽ കലുങ്കുപണി നടക്കുന്നതിനാൽ ഗതാഗത നിയന്ത്രണം നാളെ മുതൽ. വടവുകോട് രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫുട്ബോൾ സെലക്ഷൻ ക്യാമ്പ് നാളെ രാവിലെ 7:30 ക്യാമ്പ്. ചക്കരപ്പറമ്പ് ലീഡേഴ്സ് അക്കാദമി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവധിക്കാല പരിശീലന ക്യാമ്പ് നടക്കുക നാളെ രാവിലെ 7-ന്. പാലക്കാട് നഗരസഭ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. ക്യാമ്പ് നാളെ രാവിലെ 10-ന്.
പരപ്പനങ്ങാടി റോഡിൽ നാളെ മുതൽ ഗതാഗത നിരോധനം. കലുങ്ക് നിർമ്മാണം ആരംഭിക്കുന്നതിനാലാണ് ഗതാഗത നിരോധനം. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. കർണാടകയിലെ കരിമ്പ് കർഷകർ പ്രതിസന്ധിയിൽ. പഞ്ചസാര ഫാക്ടറി ഉടമകൾ നൽകാനുള്ളത് കോടികൾ. പണമുടൻ കൊടുക്കുമെന്ന് മന്ത്രി ശിവാനന്ദ് പാട്ടീൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കശ്മീരിൽ നാളെ കത്വയിലെ BSF ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കും. തുടർച്ചയായി ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രദേശത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി കോൺഗ്രസ്. നാളെ NDA സർക്കാരിനെതിരെ വൻ റാലി. രാഹുൽ ഗാന്ധി പങ്കെടുക്കും. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു.